ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇന്ന് നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. ഈ നോമ്പിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം നോമ്പെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ത്യജിക്കാനായിട്ട് തയ്യാറാണ്. ഇതൊരു സമർപ്പണമാണ്. ഈശോ പോലും നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട് അല്ലെ. 40 ദിനരാത്രങ്ങള് അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഒരുക്കമാണ് അവന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അവൻ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങള് പിതാവായ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അവൻ ഒരുങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവസന്നിധിയില് ശാന്തമായിട്ട് എന്റെ ഇഷ്ടങ്ങളും എന്റെ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് ത്യജിഞ്ഞ് കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടം. സ്നേഹമുള്ളവരെ, എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ നോമ്പെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല. മത്സ്യവും മാംസവും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇഷ്ടങ്ങൾ പലതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മൊബൈൽ ഫോണിനോട് അമിതമായ ഇഷ്ടമുണ്ടായിരിക്കാം. നോമ്പ് കാലത്ത് ഇതൊന്ന് മാറ്റിവെക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ TV കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? ചില ദുസ്വഭാവങ്ങള് എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ത്യജിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് എന്റെ നോമ്പ് അർത്ഥവത്തായിട്ട് മാറുന്നത്. കുറെ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം അത് നോമ്പാചരണമാവുകയില്ല. മറിച്ച് എന്ത് ചെയ്യണം? കൂടുതൽ ദൈവസന്നിധിയിലായിരിക്കണം. കുറച്ച് നന്മകള് ജീവിതത്തിൽ ഏറ്റെടുക്കണം. കുറേയേറെ തിന്മകള് നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തില് കുറെ നന്മകള് ഏറ്റെടുക്കാനായിട്ട്. എന്താണ് ഈ നന്മകൾ എന്ന് പറയുന്നത്? സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാനയില് പങ്കെടുക്കാൻ പറ്റണം. വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയില് കുടുംബസമേതം ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് പറ്റണം. വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവനെ കേൾക്കാനായിട്ട് തയ്യാറാവും. കുറേയേറെ നന്മകള് എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഈ നോമ്പാചരണം എന്റെ ജീവിതത്തില് അർത്ഥവത്തായിട്ട് മാറുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നന്മകള് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ഈശോയെ പോലെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയില് ശാന്തമായിട്ടിരുന്ന് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് അവനെ കേട്ടുകൊണ്ട് ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.